ഈ കാണുന്ന വൺ മിനിറ്റ് റീൽസുകളോ വൈകാരികമായ ഫോട്ടോകളോ അല്ല യഥാർത്ഥ ലോകം. നെല്ലും പതിരും തിരിച്ചറിയാതെ നമ്മൾ കണ്ണും പൂട്ടി പിന്തുണയ്ക്കുന്ന പല ജനകീയ സമരങ്ങളുടെയും പിന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്ന വൻകിട മാസ്റ്റർ പ്ലാനുകൾ ഒളിച്ചിരിപ്പുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലഡാക്കിന്റെ ഭൗമരാഷ്ട്രീയ പ്രാധാന്യം, സാമ്പത്തിക സുതാര്യത, വിദേശ ഫണ്ടിംഗ് നിയമങ്ങൾ, കൂടാതെ ഡിജിറ്റൽ കാലത്തെ നവമാധ്യമ അജണ്ടകൾ എന്നിവയെല്ലാം കുറിച്ചാണ്. അതോടൊപ്പം നീറ്റ് എക്സാമിന് പിന്നിലെ ചില കപടതകളെക്കുറിച്ചും. ലഡാക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് വിനോദസഞ്ചാരത്തെക്കുറിച്ചും മനോഹരമായ മലനിരകളെക്കുറിച്ചും മാത്രമാണെന്നാണ്. എന്നാൽ ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലഡാക്കിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഒരേ സമയം ചൈനയുമായും പാകിസ്ഥാനുമായും അതിർത്തി പങ്കിടുന്ന ഭാരതത്തിന്റെ പ്രതിരോധ നട്ടെല്ലാണ് ലഡാക്ക്. ഗാൽവൻ താഴ്വരയിലെ സംഭവ വികാസങ്ങൾക്ക് ശേഷം ലഡാക്കിലെ ഓരോ ഇഞ്ച് ഭൂമിയും ഇന്ത്യയുടെ പരമാധികാരത്തിന് എത്രത്തോളം നിർണായകമാണെന്ന് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിർത്തി മേഖലകളിൽ സമാനതകളില്ലാത്ത വികസനമാണ് നമ്മുടെ ഭാരതം നടപ്പിലാക്കി വരുന്നത്. ഏത് കാലാവസ്ഥയിലും സൈന്യത്തിന് വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഓൾ വെതർ റോഡുകൾ, അടൽ ടണൽ പോലെയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള തുരങ്കങ്ങൾ, സ്ട്രാറ്റജിക് എയർബേസുകൾ എന്നിവയെല്ലാം നിർമ്മിച്ച് ഇന്ത്യ അതിർത്തി ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം ഇതാണ്: ഇന്ത്യൻ സൈന്യത്തിന് അതിർത്തിയിൽ ആധിപത്യം ലഭിക്കുകയും പ്രതിരോധം ശക്തമാക്കുകയും ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ലഡാക്ക് മേഖലയിൽ അസ്ഥിരതയുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആർക്കാണ് ഗുണം ചെയ്യുക? അതിർത്തിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഏതൊരു നീക്കവും രാജ്യത്തിന്റെ പരമാധികാരത്തിന് വെല്ലുവിളിയാണ്. ഏതൊരു ജനാധിപത്യ രാജ്യവും വ്യക്തികൾക്കും സംഘടനകൾക്കും ആശയപ്രചരണം നടത്താനും സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കാനും അവകാശമുണ്ട്. എന്നാൽ ആ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പണം എവിടെ നിന്ന് വരുന്നു എന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയും വിദേശ സംഭാവന നിയന്ത്രണ നിയമവും അനുസരിച്ച്, അഥവാ FCRA ബില്ലും അനുസരിച്ച്, വിദേശത്ത് നിന്ന് പണം കൈപ്പറ്റുന്ന ഏതൊരു വ്യക്തിയോ പ്രസ്ഥാനമോ അതിന്റെ പൂർണ്ണ വിവരങ്ങൾ സർക്കാരിനെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. ഇന്നത്തെ കാലത്ത് പരമ്പരാഗത ബാങ്കിംഗ് വഴികളേക്കാൾ ക്രിപ്റ്റോ കറൻസികൾ, വിദേശ PR ഏജൻസികൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്താൻ എളുപ്പമാണ്. എന്നാൽ ഇത്തരം സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷണ ഏജൻസികളുടെ പരിധിയിൽ വരുമ്പോൾ നിയമത്തിന് മുന്നിൽ തൃപ്തികരമായ മറുപടി നൽകേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് നടത്തുന്ന PR ക്യാമ്പയിനുകൾക്കും സോഷ്യൽ മീഡിയ ടെംപ്ലേറ്റുകൾക്കും വൻകിട ഇൻഫ്ലുവൻസർമാർ വഴിയുള്ള പ്രചാരണങ്ങൾക്കും പിന്നിലെ പണത്തിന്റെ ഉറവിടം സുതാര്യമല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും. പറഞ്ഞു വരുന്നത് നമ്മുടെ സോനം വാങ്ചുക്, പാറ്റ പാർട്ടി നേതാവിൻ്റെ എല്ലാം സമരത്തിനെ കുറിച്ചാണ്. കണ്ണട ചിരുട്ടാക്കുന്ന രീതിയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പലരും ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു രാജ്യത്തെ തകർക്കാൻ ബോംബുകളോ തോക്കുകളോ ഒന്നും ആവശ്യമില്ല. അതിപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സോനം വാങ്ചുക്കും ഒക്കെ. തെറ്റായ പ്രചാരണങ്ങളും നവമാധ്യമ നെറേറ്റീവുകളും ഇപ്പോൾ ധാരാളമാണ്. ഏതൊരു രാജ്യത്തിന്റെയും ശക്തി അവിടുത്തെ യുവാക്കളാണ്. വൈകാരികമായ സന്ദേശങ്ങളിലൂടെയും QR കോഡുകളിലൂടെയെല്ലാം നിർമ്മിച്ചെടുത്ത ടെംപ്ലേറ്റുകളിലൂടെയും യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കുന്നത് രാജ്യത്തിന്റെ ക്രമസമാധാനം തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ബംഗ്ലാദേശും നേപ്പാളും. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ തക്കം പാർത്തിരിക്കുന്ന പല വിദേശ ഏജൻസികളും NGO എന്ന വ്യാജേന ഇത്തരം സമരങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് ഗൗരവമായി കാണേണ്ട വിഷയമാണ്. ജോർജ് സോറോസ് പോലെയുള്ള വ്യക്തികളുടെ സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയകളിൽ ഇടപെടാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് മുമ്പും വലിയ രീതിയിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന സമയമാണിത്. വീണ്ടും നമുക്ക് വികസന കുതിപ്പും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും സാമ്പത്തിക രംഗത്തും അടിസ്ഥാന സൗകര്യങ്ങളിലും ഭാരതം ഉണ്ടാക്കുന്ന നേട്ടങ്ങളൊന്നും ചില്ലറയല്ലല്ലോ. ശ്രീലങ്കയിലോ നേപ്പാളിലോ ഉണ്ടായതുപോലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ സൃഷ്ടിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളെ നമ്മൾ ഒരുമിച്ച് ചെറുക്കണം. ആദ്യമെല്ലാം തിരിച്ചറിയണം. സർക്കാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കാൻ ജനാധിപത്യപരമായ ചർച്ചകളും ഭരണഘടനാ സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. ഏത് സാഹചര്യത്തിലും ലഡാക്കിന്റെയും ഭാരതത്തിന്റെ മറ്റതിർത്തികളുടെയും സുരക്ഷ തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ രാജ്യത്തിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന നീക്കങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നുമുണ്ട്. രാജ്യത്തിന്റെ ഭദ്രതയും പരമാധികാരവും സംരക്ഷിക്കപ്പെടേണ്ടത് ഏതെങ്കിലും ചില വ്യക്തികളുടെയോ ഓർഗനൈസേഷനുകളുടെയോ രാഷ്ട്രീയ താല്പര്യങ്ങൾ അനുസരിച്ചല്ല, മറിച്ച് നമ്മുടെ നിയമ സംവിധാനവും ഭരണഘടനയും അനുസരിച്ചാണ്. വികാരപരമായ വീഡിയോകൾ കാണുമ്പോൾ കണ്ണടച്ച് വിശ്വസിക്കാതെ
അതിൻ്റെ പിന്നിലെ വസ്തുതകളും രാജ്യസുരക്ഷയൊക്കെ കൂടി ചിന്തിക്കാൻ ഓരോ ഭാരതീയനും തയ്യാറാകണം. പ്രത്യേകിച്ച് യുവതലമുറ അവർ തിരിച്ചറിയണം അവരാണ് നമ്മുടെ ഭാവി എന്ന്. എന്തായാലും ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരവും സുരക്ഷയും അതിർത്തി ഭദ്രതയും സംരക്ഷിക്കപ്പെടേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ NGOയുടെയോ വിദേശ സംഘടനകളുടെയോ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ അജണ്ടകൾക്കോ അനുസരിച്ചല്ല. അങ്ങനെ ആവരുത്. മറിച്ച് ഭാരതത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യപരമായിട്ടുള്ള നിയമവ്യവസ്ഥയും അനുസരിച്ചാവണം എല്ലാം തന്നെ. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന പ്രൊട്ടസ്റ്റിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. അതിവിടുത്തെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ ചർച്ച ചെയ്തോ? ഇല്ലല്ലോ. എല്ലാം പോലീസുകാരാണ് അങ്ങോട്ട് ആക്രമിച്ചതെന്ന രീതിയിലാണ് നരേറ്റീവുകളെല്ലാം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പോലീസുകാരോട് ഇവിടെ അത്രയധികം ഹെയ്റ്റ് ക്യാമ്പയിനുകളാണ് നടക്കുന്നത്. നമ്മുടെ താരങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും എല്ലാം തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇവർ ഈ ഒരു സൈഡ് മാത്രം മനസ്സിലാക്കി അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്? അതിന് പിന്നിൽ ചില അപാകതകളില്ലേ? ഇവർക്കും എവിടെ നിന്നെങ്കിലും എല്ലാം ഈ നറേറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തുകകൾ ലഭിച്ചിട്ടുണ്ടാകില്ലേ? അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും നടക്കേണ്ടേ? അല്ലാതെ നമ്മൾ ഒരു കൂട്ടർ മാത്രം പറയുന്നത് വിശ്വസിച്ച് കഴിഞ്ഞാൽ എങ്ങനെ കാര്യങ്ങളെല്ലാം പ്രായോഗികമാകും? നമ്മളിപ്പോൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലെ നവമാധ്യമ ഡിജിറ്റൽ യുദ്ധങ്ങളുടെ നടുവിലാണ്. ഇവിടെ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ തോക്കോ മിസൈലോ മാത്രം പോരാ. ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മനസ്സിൽ സംശയത്തിൻ്റെയും വിയോജിപ്പിൻ്റെയും എല്ലാം വിത്തുകൾ പാകിയാൽ മാത്രം മതി. പ്രത്യേകിച്ച് ഇത്രത്തോളം വൈവിധ്യമാർന്ന സംസ്കാരമുള്ള ഇന്ത്യയിൽ അത് എളുപ്പമാണ്. അപ്പോൾ അതിനായി നിർമ്മിച്ചെടുക്കുന്ന വ്യാജ നറേറ്റീവുകളുടെയും തന്ത്രപരമായ പ്രചാരണങ്ങളെയും തിരിച്ചറിയാനുള്ള വിവേകം ഓരോ ഭാരതീയനും ഉണ്ടായിരിക്കണം. നമ്മുടെ ലഡാക്ക് അതിർത്തി അത് വെറും ഒരു മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല. ചൈനയും പാകിസ്ഥാനും ഒരുപോലെ കണ്ണുവെച്ചിരിക്കുന്ന ഭാരതത്തിൻ്റെ വളരെ തന്ത്രപ്രധാനമായ സൈനിക നട്ടെല്ല് കൂടിയാണ് ആ മണ്ണ്. അവിടെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയോ ക്രമസമാധാന നില തകരുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആഘാതം അനുഭവിക്കുന്നത് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന നമ്മുടെ ജവാന്മാരും ഭാരതത്തിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ജനങ്ങളുമാണ്. അതിൽ ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ സർക്കാരിനും സുരക്ഷാ ഏജൻസികൾക്കും ബാധ്യതയുണ്ട്. ഇതിനെതിരെയാണ് സോനം വാങ്ചുക് അവിടെ മറ്റൊരു സമരം നടത്തുന്നത്. സാമ്പത്തിക സുതാര്യതയുടെ കാര്യത്തിൽ ഒളിച്ചുകളി നടത്തുന്നവർക്ക് നിയമത്തിന്റെ മുന്നിൽ മറുപടി നൽകേണ്ടി വരും. ഈ FCRA നിയമങ്ങൾ പാലിക്കാതെയും വിദേശ സ്രോതസ്സുകളിൽ നിന്ന് പണം കൈപ്പറ്റിയും ക്രിപ്റ്റോ കറൻസികളും ഹവാല ശൃംഖലകളും വഴി വിദേശ പണം ഒടുക്കിയും രാജ്യത്തിനകത്ത് അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ചോദ്യം ചെയ്യേണ്ടത് നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്തിന്റെ പ്രാഥമിക കടമയാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഭയപ്പെടുത്താനും അന്വേഷണ ഏജൻസികളെ പ്രതികാര നടപടി എന്ന് മുദ്രകുത്താനും സോഷ്യൽ മീഡിയയിൽ PR ഏജൻസികളെ ഇറക്കുന്ന തന്ത്രം ഇനി ഇവിടെ ചെലവാകില്ല. ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും നമ്മൾ കണ്ട അതേ ആഭ്യന്തര കലാപങ്ങളുടെയും അസ്ഥിരതയുടെയും മാതൃകകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ചില കോണുകളിൽ നിന്നും നല്ല രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ആ ദേശവിരുദ്ധ നീക്കങ്ങളെ നമ്മൾ ഒറ്റക്കെട്ടായി വേണം ചെറുത്ത് തോൽപ്പിക്കാൻ. സർക്കാരുമായി ആശയപരമായ ഭിന്നതകളോ ആവശ്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അവ പരിഹരിക്കാൻ ജനാധിപത്യപരമായ ചർച്ചകൾക്കും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും ഇവിടെ വാതിലുകൾ തുറന്നു കിടപ്പുണ്ട്. എന്നാൽ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും എല്ലാം മറവിൽ രാജ്യത്തിന്റെ സുരക്ഷയെയും ഒരുമയെയും പണയം വെക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല. അതിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. അതിന് രാഷ്ട്രീയം പോലും മുന്നിൽ ഒരു തടസ്സമായി വരരുത്. സോഷ്യൽ മീഡിയ ആൽഗരിതങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന വൈകാരിക തരംഗങ്ങളിൽ ഒഴുകിപ്പോകാതെ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യവും ധനസഹായത്തിന്റെ ഉറവിടവും അതിന്റെ പിന്നിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള താല്പര്യങ്ങളും പരിശോധിക്കാൻ നിങ്ങളും തയ്യാറാകണം. ഭാരതത്തിന്റെ ഉയർച്ചയിലും ആഗോളതലത്തിലെ പ്രാധാന്യത്തിലും ഉറക്കം നഷ്ടപ്പെട്ടവർ മെനഞ്ഞെടുക്കുന്ന ഇത്തരത്തിലുള്ള അജണ്ടകളെ നമ്മൾ ജാഗ്രതയോടെ വേണം വീക്ഷിക്കാൻ. ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച അഭിജിത് ദീപ്കയോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്ത് UPA സർക്കാരിന്റെ കാലത്ത് ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച ഈ സോനം വാങ്ചുക്കിനെയോ വിശ്വസിച്ചുകൊണ്ട് നിലകൊണ്ടാൽ അത് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ കുഴി തോണ്ടുന്നത് പോലെയാകും. അതുകൊണ്ട് ചുറ്റും എല്ലാം കണ്ണു തുറന്ന് തന്നെ കാണുക. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.